ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരാളുണ്ടെന്ന് വിശ്വസിക്കാനും ഞങ്ങൾ തയ്യാറല്ല. നിന്റെ ജീവിതത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഡെന്നിസാ. അയാൾ നിന്റെ കഴുത്തിനൊരു താലിയും കെട്ടിക്കഴിഞ്ഞു. ഇപ്പൊ അയാളുടെ ഭാര്യയാണ് നീ. അല്ല എന്ന് പറയുമ്പോൾ നീ നിഷേധിക്കുന്ന നിരഞ്ജൻ എന്ന മനുഷ്യനെയാണ്. അയാൾക്ക് നീ കൊടുത്ത വാക്കിനെയാണ്. അയാളെ നീ സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യത്തിനെയാണ്. നീ സത്യത്തിൽ ആരെയും സ്നേഹിക്കുന്നില്ല. ആരെയും നിനക്ക് നിന്നോട് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇവിടെ നിനക്ക് ചുറ്റുമുള്ള ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? പറ, ഞങ്ങളെ മറക്ക്. ഇവൻ നിന്നെ സ്നേഹിക്കുന്നതിന് എന്ത് പകരം കൊടുക്കുന്നു? അമീ, നമ്മൾ സ്നേഹിക്കുന്ന ആരും എവിടെയും ഇല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തും. അല്ലാതെ ആമിയെ വെറുതെ വേദനിപ്പിക്കണ്ട. ആ ചരട് ഞാൻ തന്നെ അഴിച്ചേക്കാം. എറിഞ്ഞുടയ്ക്കാൻ നീ തീരുമാനിച്ച നിന്റെ ജീവൻ അതിപ്പോഴും നിലനിൽക്കുന്ന ഡെന്നീസ് കാരണമാണ്. ഡെന്നീസ്, വാ. ഞാൻ എന്റെ പെണ്ണിനെയാണ് വിളിക്കുന്നത്. ഞാൻ കഴുത്തിൽ മിന്നു കെട്ടിയ എന്റെ പെണ്ണിനെ. നീ ഇപ്പോഴും അത് അഴിച്ചു മാറ്റിയിട്ടില്ലാത്തതുകൊണ്ട് നിനക്ക് ഞാൻ അനുസരിക്കാം. ഞാൻ പറഞ്ഞതെല്ലാം അഭിരാമി മറന്നു. എല്ലാവരും വേദനിക്കുകയാണ് അഭിരാമി കാരണം. പാടില്ല അഭിരാമി, ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. അതിനെന്താ വേണ്ടെന്നറിയോ? മറക്കണം എല്ലാം. എന്നെ മറക്കണം. നിരഞ്ജൻ എന്ന പേര് പോലും അഭിരാമി പറയും. ഡെന്നിസ് മാത്രം. അയാൾ തരുന്ന സ്നേഹത്തിന്റെ കടം വീട്ടാൻ ഈ ജന്മം മുഴുവൻ അഭിരാമിയുടെ മുന്നിലുണ്ട്. ആ കടം വീഴുന്നത് എനിക്ക് കാണണം. ഞാൻ കാണും. പൂവായി, ശലഭമായി, മഴയായി, മയിൽപീലി കണ്ണായി, ആകാശവും സമുദ്ര നീലിമയുമായി, കാറ്റായി, കാറ്റിൽ മൂളുന്ന മുളം തണ്ടായി, നിങ്ങളുടെ മനസ്സിലെ സംഗീതമായി, നിങ്ങളുടെ ഹൃദയ സ്പന്ദനത്തിന്റെ ശ്രുതിയായി, നിന്റെയും ഡെന്നിസിന്റെയും ലോകത്തിൽ വിളിക്കാതെ വരുന്ന അദൃശ്യനായ അതിഥിയായി ഞാനുണ്ടാവും. അഭിരാമി തിരിച്ചു പോകും.